ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അതെ, മോൾ ഇപ്പോഴും അമ്മയോട് പിണക്കത്തിലാണോ? അതെ, അമ്മ ജികെ പറ്റി പറഞ്ഞത് വളരെ മോശമായി പോയി. മോശമായി പോയെങ്കി ഇപ്പൊ എന്താ? ഞാൻ നിന്റെ അമ്മയല്ലേ? അയാൾ നിന്റെ ആരാ? ജികെ എന്റെ ഫ്രണ്ടാ. ഫ്രണ്ട്? അയാൾക്ക് നിനക്ക് ഒരേ പ്രായമാണോ? എന്നിട്ട് ഫ്രണ്ടാണ് പോലും. മോളെ, ലോകത്ത് കാണുന്നവരെല്ലാം നല്ല മനുഷ്യനാണെന്ന് വിശ്വസിക്കരുത്. നിനക്ക് എന്താ നല്ലതെന്ന് അമ്മയ്ക്കറിയാം. ഈ ജികെ ആയിട്ടുള്ള കൂട്ടുകെട്ട് നല്ലതിനല്ല. ജികെ ചീത്ത ആളായിരുന്നെങ്കിൽ മുകുന്ദൻ ഞങ്ങളുടെ ഫ്രണ്ട് ആവോ? അങ്ങനെയാണെങ്കിൽ അങ്കിളും ബാഡ് ബോയ് ആണോ? ജികെയും നല്ലത് മാത്രമേ ചെയ്യുള്ളൂ. ഹോംവർക്ക് ചെയ്യാനും സൈക്കിള് ചവിട്ടാനും ഒക്കെ എന്നെ സഹായിച്ചത് ജികെയാ. ഇതൊന്നും ചെയ്യാൻ എന്നെ സഹായിക്കാൻ പറ്റാത്തോണ്ടാ അമ്മ ജികെ കുറ്റപ്പെടുത്തുന്നത്. അമ്മയ്ക്ക് ജികെയോട് അസൂയ. എന്നെ ഇതുവരെ കാണാൻ പോലും വരാത്ത അച്ഛന് വേണ്ടി അമ്മ സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പോ എനിക്ക് വേണ്ടി ഇത്രയും ചെയ്യുന്ന ജികെക്ക് വേണ്ടി എനിക്ക് സംസാരിച്ചൂടെ? മോളെ, എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും എനിക്ക് നിന്റെ അച്ഛനായിട്ടുള്ളതേ രക്തബന്ധമാ. എന്ത് ബന്ധമാണെങ്കിലും എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട. എനിക്ക് അച്ഛനെ കാട്ടി വലുത് ജികെയാ. മതി, ഇനി അയാളുടെ പേര് ഈ വീട്ടിൽ കേട്ടു പോരുത്. അയാൾ നീ ഇനി കണ്ട എന്റെ സ്കൂളിൽ പോക്ക് ഞാൻ നിർത്തിക്കും. അമ്മോ, അമ്മോ, മോളെ, 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 വാതിൽ തുറക്കാൻ. അമ്മോ, വാതിൽ തുറക്കാൻ. മോളെ, അമ്മോ, വാതിൽ തുറക്കാൻ. ഇനി അമ്മയ്ക്ക് മീറ്റിംഗ് ഉള്ളതാ. വാതിൽ തുറക്കാൻ. അമ്മോ, 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 മോളെ, വാതിൽ തുറക്കാൻ. ഇനി അമ്മയ്ക്ക് മീറ്റിംഗ് ഉള്ളതാ. അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ടേ. അമ്മോ, വാതിൽ തുറക്കാൻ. അമ്മയ്ക്ക് മീറ്റിംഗ് ഉള്ളതാന്ന്. അമ്മോ, എന്താ മോളെ, അമ്മ ഒച്ച ഉണ്ടാക്കുന്ന കേട്ടില്ലേ? എന്താ വാല ഓർക്കാത്തെ? എന്ത് പറ്റി? വാല് തലി പൊളിക്കണ്ട, ഞാൻ ദേ വരുന്നു. അമ്മ ഇവിടെ ഇതായിരിക്കുന്നു. എന്താ മഞ്ജു, എന്താ പ്രശ്നം? എന്താ നീ കാണിച്ച എത്ര വലിയ തെറ്റാ നിനക്കറിയോ? എനിക്ക് കളക്ടറായിട്ട് വലിയൊരു മീറ്റിംഗ് ഉള്ളതാ. അതിന് കൃത്യസമയത്ത് എത്തിയില്ലെങ്കിലേ എന്റെ ജോലി വരെ പോകാൻ സാധ്യതയുണ്ട്. ജോലി പോട്ടെ, എനിക്കെന്താ? നിനക്ക് എന്താന്നോ? നീ ഞാനും നല്ല രീതിയിൽ ജീവിക്കുന്നതേ ഈ ജോലി കാരണോ? ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു നേടിയ ജോലി ഏത്? എനിക്കിതിനോടെ ഒരു ബഹുമാനമുണ്ട്. ആ ജികെക്ക് വേണ്ടി ഇത്രയും കാലം ഞാൻ ചെയ്ത ജോലി നിനക്ക് കളയിക്കണോ അല്ലേ? അമ്മയ്ക്ക് എപ്പോഴും വലുത് അമ്മയുടെ ജോലിയാണല്ലോ. ഞാൻ പോലും അമ്മയ്ക്ക് രണ്ടാമതാണ്. എന്താ മോളെ, അമ്മയോട് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അമ്മയ്ക്കത് വിഷമാവില്ലേ? അപ്പൊ ജികെയെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞ എനിക്കും വിഷമാവില്ലേ? മുകുന്ദനാ ആ ശല്യത്തെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നേ. ജികെ ശല്യൊന്നും വിളിക്കണ്ട. മോളെ, എന്താ മോളെ ഇത്? എന്നെ വീട്. ഞാൻ ശല്യമായിട്ട് കാണുന്ന ആരെയാന്നറിയോ? അമ്മ തലേ വെച്ചോണ്ട് നടക്കുന്ന എന്റെ അച്ഛനെ. മോളെ, മോളെ അങ്ങനെയൊന്നും പറയരുത്. മോളെ, നിന്റെ അച്ഛനെക്കാളും വലുതല്ല ഒരു കൂട്ടുകാരനും. എനിക്ക് ജികെ തന്നെയാ വലുത്. ഞാൻ ജനിച്ചിട്ട് ഇന്നേ വരെ എന്നെ കാണാൻ പോലും വരാത്ത അച്ഛൻ ജീവിച്ചിരുന്നാലും മരിച്ചാലും എനിക്കെന്താ? എന്താ ഇത്? കുട്ടിയുടെ അടുത്താണോ? കുട്ടിയുടെ അടുത്താണോ ഇങ്ങനെയൊക്കെ ചെയ്തത്?
അമ്മ വെറുതെ മോളെ പേടിപ്പിക്കാൻ ഒരു നമ്പർ ഇറക്കിയതാ. കണ്ടോ അമ്മ ചമ്മി പോയല്ലേ? മോള് പേടിച്ചൊന്നുമില്ലല്ലോ അല്ലേ? നല്ല കുട്ടി. സാരമില്ലടോ, ഞാൻ മോളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ചോളാം. മഞ്ജു മീറ്റിങ്ങുകളല്ലേ, താൻ ചെല്ലാൻ നോക്ക്. ചെല്ലു മഞ്ജു. ഏയ് ഇതെന്താടോ ഇത്? എന്തൊരു വാശി കാര്യമാണ്.